നമ്മൾ ഇവിടെ ഇന്ന് കാണുന്ന ഈ ഗേറ്റ്, തെങ്ങോലകുണ്ട ഗേറ്റ് നമ്മുടെ നാട്ടിലെ കരകൗശല കലാകാരനായ പി.ടി. ബാലകൃഷ്ണൻ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കരിഞ്ഞാഘോഷത്തിൽ കണ്ട എല്ലാ തൊപ്പിയും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. മാത്രമല്ല ഇവിടെ ഇവിടെ അടുത്ത ഒരു 1-2 മാസം മുമ്പ് ഇവിടെ കഥകളി എന്ന കലാരൂപത്തിൻ്റെ ഒരു പരിപാടി, ഒരു അരങ്ങേറ്റമൊക്കെ ഇവിടെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതേമാതിരി കഥകളി മാത്രമല്ല, ഇവിടെയുള്ള ഗോത്രകലകളും ദളിത് കലകളും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലകൃഷ്ണനെ പോലുള്ള കലാകാരന്മാർ. അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ നടത്തിയ ഒരു നാട്ടിപ്പാട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ നടത്തിയിരുന്നു. നാട്ടിപ്പാട്ടിൻ്റെ അത് വേണം, അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ോടല്ലേ പറയുന്നത് അതിനൊന്നു കേട്ടനോടല്ലേ പറയുന്നത് അതിനൊന്നു കേട്ടനോട് കുലവണ്ണു കാവിൽ ഭഗവതിക്ക് കാവൂട്ടും വേലയാടുത്തുപോയി കാവിൽ ഭഗവതിക്ക് കാവൂട്ടും വേലയാടുത്തുപോയി കിഴക്ക് നാടയ്ക്കൽ തീരുമുമ്പിലും പന്തൽ പാണിയങ്ങോ ഏട്ടനന്നേരം പറയുന്നല്ലോ അപ്പണി നീ പോയെടുപ്പിച്ചോളെ. ഏട്ടനന്നേരം പറയുന്നല്ലേ അപ്പണി നീ പോയെടുപ്പിച്ചോളെ. അന്നേരത്തങ്ങനെയങ്ങല്ല ഇന്നേരത്തങ്ങനെയങ്ങല്ല ഇന്നേരത്തങ്ങനെയങ്ങല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പുളുവൻ പാട്ട് നമ്മളിവിടെ പ്രോത്സാഹനം നടത്തിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവൻ തന്റെ ശ്രീ പുള്ളോ കൂടം കൊണ്ട് ഓമന ഉണ്ണീടേ നവേറു പാടുന്നേ. ഓമന ഉണ്ണീടേ നവേറു പാടുന്നേ. മുറ്റത്തോരുണ്ണീടേ കൊച്ചടി കാണാഞ്ഞേ തെറ്റാതെ നിത്യം ഭജിച്ചോ കൊതിച്ചമ്മ. വഴിയിലെത്താണി കെട്ടിക്കാമെന്നച്ഛൻ ദാഹവെള്ളവും ഭരിക്കാമെന്നമ്മ. അത് മാത്രമല്ല നമ്മളിവിടെ വെച്ചിട്ട് ഈ തേവർ വള്ളൻ്റെ അനുയായികൾ, അന്തർഗാമികൾ ഇവിടെ വരികയും ചെയ്തിട്ട് അവരുടെ കലാരൂപമായ കുതിരക്കോലം ഇവിടെ കുട്ടികളെ മലബാർ ക്രിസ്ത്യൻ കൊള്ള കുട്ടികളെ പഠിപ്പിക്കുകയും മലബാർ ക്രിസ്ത്യൻ കൊള്ള കുട്ടികൾ അതിവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായി. അങ്ങനെയുള്ള ഗോത്രവർഗ കലകളും പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ സ്ഥലം ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ പരിപാടിയുടെ മുകളിലെ ഗേറ്റിലേക്ക് നമ്മൾ നോക്കുക, നമുക്ക് കാണാൻ കഴിയുന്നത് അത് ധാരാളമാണ്. നമ്മുടെ ഇവിടെയുള്ള വെരിട്ടുള്ള സൗഹാർദ്ദ എന്ന സംഘടനയുടെ ഒരു രാജൻ അനുസ്മരണ പരിപാടിയാണ്. രാജൻ എന്ന് പറഞ്ഞാൽ മണക്കാട്ട് രാജൻ എന്ന് പറഞ്ഞാൽ പെരുട്ടൂരെ ഏറ്റവും നല്ല ഗായകനും പെരുട്ടൂരിൽ അദ്ദേഹം കേരളത്തിൽ പെരുട്ടു ചുറ്റുമല്ല കൊലയാണ്ടി നഗരത്തിലൊക്കെ പല ഭാഗത്തും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വളർന്നു വികസിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗായകനാണ്. അദ്ദേഹം വരച്ചിട്ട് ഒരു 1-ാം വർഷം ബന്ധമായിട്ട് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടി നടത്തിയത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രാവിലെ 10 മണി മുതൽ മറ്റേ രാത്രി ഒരു 11:30 വരെ നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. 10 മണിക്ക് ആരംഭിച്ചിട്ട് മറ്റേ ആദ്യം ഒരു സമ്മേളനം കഴിഞ്ഞ ശേഷം ഈ ആൾക്കാരുടെ മറ്റേ ചലച്ചിത്രഗാന മത്സര പരിപാടി 12 ഒരു ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം, അതിനുശേഷം ഒരു ഗാനമേള ചെങ്ങന്നൂർ ശ്രീകുമാറിൻ്റെ ഗാനങ്ങളെ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഈ പരിപാടികളൊക്കെ തന്നെയും നമ്മുടെ സോഷ്യൽ വീഡിയോയിൽ അതിൻ്റെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ അങ്ങനെ സംസാരിക്കുന്നില്ല. എൻ്റേതായ നിലപാടുകൾ ഊന്നിക്കൊണ്ട് വേറെ കാര്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താ വെച്ചാൽ ഇവിടെ ഈ പരിപാടി നടത്തുന്ന സമയത്ത് ഇവിടെ ഈ സ്ഥാപനം ഏകദേശം 10-12 വർഷം മുമ്പ് എൻ്റെ ആനുകൂല്യങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പടവ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച കൂടിയാണ് ഞാൻ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇത് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആ ലക്ഷ്യത്തിലൂടെ തന്നെ വേറെ പല പരിപാടികളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ നാളികേരം കൊടുത്ത് തെങ്ങേറ്റ പരിഷത്ത് ഞാൻ ആദ്യത്യം വഹിച്ചത് ഈ ഒരു ആശയത്തോടെ എനിക്ക് ആഗ്രഹിക്കൊണ്ടാണ്. അങ്ങനെ 40 ബാച്ചുകൂടെ നടന്നല്ലോ. അതിന് പുറമെ
ഇവിടെ നമ്മളെ ഈ തിരുവാതിരാഘോഷം എന്ന് പറഞ്ഞാൽ അത് സാധാരണ തിരുവാതിര കളിയല്ല, മറ്റേതുണ്ടല്ലോ പാതിരാപ്പ് ചൂടൽ, എട്ടങ്കാടി വിതരണം, പിന്നെ തുടിച്ചുപിടി എന്തൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള ഒരു ആഘോഷമാണ്. തുടിച്ചുപിടി എന്ന് പറയുന്ന സ്ത്രീകൾ കുറേ കൂടി കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അതേസമയം പാതിരാപ്പ് ചൂടൽ എന്ന് പറയുന്നത് പരിധി സൗഹൃദ മനസ്സുണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അത് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിയൊരു കാര്യമാണ് ഇവിടെ കല്യാണാഘോഷം. കല്യാണാഘോഷം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നമ്മുടെ പ്ലാവെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന വൃക്ഷത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കാനും അതിൻ്റെ പടത്തിന് പ്രാധാന്യം കൊടുക്കാനും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഈന്ത് എന്ന സ്ഥാനത്തിൽ അത് കലയുമായി ബന്ധപ്പെട്ടാണ് ഈന്ത് എന്ന ചെടിക്ക് പ്രാധാന്യം കൊടുക്കാൻ കൂടിയാണ്. എന്നാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും കടലിനെ സംരക്ഷിക്കാനും കൂടി ഇവർ നടത്തുന്ന കലയാണ്. അതായത് കടലിലേക്കുള്ള പോക്കും കടലിൽ ചാട്ടവും അതും ഞങ്ങൾ 2 വർഷം നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇവിടെ ഇപ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞു സഹകരണത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ സാംസ്കാരിക സമ്മേളനത്തിൽ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അത് ഏറ്റവും അവസരമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് പാട്ട് കേൾക്കാനുള്ള ഇതുണ്ടല്ലോ, അമിത ആകാംക്ഷ ഉണ്ടാവില്ലോ. അപ്പം ഞാൻ അവരുടെ ലേശം കുറച്ച് ബോളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ. പക്ഷേ ഞാനത് 2 വർത്തമാനം പറഞ്ഞപ്പോൾ അവരൊക്കെ നിന്ന്. അപ്പം അതിൽ ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ചത് അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത ഇയാളാണ് നമ്മുടെ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. ഭാരമായിട്ടുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപം. ഈ സംഗീതം നിങ്ങളെ വശീകരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു കവിത കൊണ്ട് എനിക്ക് നിങ്ങളെ വശീകരിക്കാൻ സാധ്യമല്ല, പ്രഭാഷണം കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ സംഗീതം എന്ന് പറയുന്നത് ഈ ശബ്ദമാണ് അടിസ്ഥാനം എന്നതിനാൽ ഈ ശബ്ദത്തിൻ്റെ സ്വാധീനം വലുതാണ് എന്നതിനാൽ നിങ്ങളുടെ എല്ലാ വികാരങ്ങളെയും ആവിഷ്കരിക്കാൻ വാക്കിനേക്കാൾ ശക്തമാണ് ഈ ശബ്ദം എന്നതിനാൽ. കൽപ്പറ്റ നാരായണൻ ഞാനുമായിട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ എന്നെ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 3-4 പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഇവിടെ ഒരു പരിപാടി കഴിഞ്ഞ് 4 വർഷം മുമ്പോട്ട് നടത്തി കൽപ്പറ്റ വന്നിരുന്നു. അപ്പം അന്ന് ഞാനിവിടെ ഉണ്ട്. ഞാൻ അയാളെ പരിചയപ്പെടാൻ പോയിട്ടില്ല അദ്ദേഹത്തിന്. അതിനുശേഷം ഇവിടെ കോഴിക്കോട് കരുണ ഹാളിൽ വെച്ചിട്ട് ഈ അയ്യപ്പടിക്കർ ഫൗണ്ടേഷൻ ഒരു പരിപാടി കുട്ടികളുടെ ഒരു കവിത ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ അതിൻ്റെ മെയിൻ ഓർഗനൈസർ അയ്യപ്പണിക്കരുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പ്രിയാസ് മറ്റേ മംഗലത്തായിരുന്നു, പ്രിയാദാസ് മംഗലത്ത്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഞാനായിരുന്നു. അങ്ങനെ ആ പരിപാടിയിൽ നമ്മൾ കുറേ കുട്ടികളെ പങ്കെടുത്ത് കവിതകൾ ചൊല്ലി പരിപാടിയാണ്. എം ബഷീർ സാറും ഈ പറഞ്ഞ കൽപ്പറ്റ നാരായണൻ സാറും പരിപാടി പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്നും പരിചയപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു. ഞാനത് അങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ല, പോയി. പിന്നെ ഒരു പരിപാടി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നടത്തിയെന്ന് വെച്ചാൽ MGS അനുസ്മരണ പരിപാടിയാണ്. MGS അനുസ്മരണ പരിപാടിയിൽ ആദ്യമായിട്ട് അതിൻ്റെ മുഖപ്രസംഗം തന്നെ അദ്ദേഹം കൽപ്പറ്റ നാരായണൻ്റെ ഒരു ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ്. മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ആളുണ്ട് MGSനെ പറ്റി എഴുതിയ ഒരു ലേഖനം. അതിൽ അദ്ദേഹം തുടക്കം പറയുന്നത് വെച്ചാൽ MGSൻ്റെ വീട്ടിൽ ഒരു ഡയറി സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ ഒ വി വിജയൻ മുതൽ പ്രമീള താപ്ര വരെയുള്ളവർ അംഗങ്ങളായിരിക്കുന്നു. അത്രയും ആൾക്കാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം കേരളപ്പറ്റിയുടെ ഇലക്ഷൻ ഏജൻ്റായിട്ട് MGS വർക്ക് ചെയ്ത കാര്യം കൂടി പറയണ്ടായി. അങ്ങനെ ആ വിഷയം. പിന്നെ അത് കഴിഞ്ഞ് ഇതിനെക്കാട്ടൊക്കെ പ്രാധാന്യമുള്ള വിഷയമായിട്ട് ഇയാളെ കൽപ്പറ്റയിൽ തോന്നുന്ന വേറെ വിഷയമുണ്ട്. അതും എന്താ വെച്ചാൽ MT വാസുദേവൻ നായർ ആയിട്ടുള്ള അനുസ്മരണമാണ്. അത് കോഴിക്കോട് മനോരമ ഓഫീസിൽ വെച്ചിട്ട് ഓർത്തഡോക്സ് മലബാർ അനുസ്മരണ പരിപാടിയിലാണ് അത് നടന്നത്. അതിൽ ഈ കൽപ്പറ്റ നായർ സംസാരിച്ച കാര്യം വെച്ചാൽ ആദ്യം തന്നെ സംസാരിച്ച മൂപ്പരായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു അനാസക്തി, ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഭൗതിക സുഖസൗകര്യങ്ങളോടുള്ള ഒരു അനാസക്തി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ MTനെ പറ്റി ഒരു ലേഖനം സമകാലീന മലയാളത്തിൽ മരളി എന്ന് പറഞ്ഞാൽ എഴുതി. അപ്പോൾ അദ്ദേഹം എഴുതിയ കാര്യം ഇങ്ങനെയാണ്: ഉപഭോഗസംസ്കാരത്തിനെതിരായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു MT എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതിൻ്റെ ഒന്നും കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വർത്തമാനമാണ് മറ്റേ മുരളി പറഞ്ഞത്. അപ്പോൾ ഇത് പറയുമ്പോൾ വേറെ കാര്യം എന്നെ സംബന്ധിച്ച് പറയാനുണ്ടാക്കിയത്. കാരണം ഞാൻ എൻ്റെ കൂട്ടായ്മ സംഘടന കോഴിക്കോട് 2 വർഷത്തോളം കുറേ പരിപാടി നടത്തിയല്ലോ. അപ്പോൾ അതിനെപ്പറ്റി മാതൃഭൂമിയിലും മനോരമയിലും ഓരോ ലേഖനം വന്നിരുന്നു. അതിൽ മാതൃഭൂമിയില്ല, കേരള കൗമുദിയിലും മാതൃഭൂമിയിലും. അതിൽ കേരള കൗമുദിയിൽ പറഞ്ഞ അതിൻ്റെ അടി എങ്ങനെ വെച്ചാൽ ഉപഭോഗ സംസ്കാരത്തെ കെട്ടുകെട്ടിക്കാൻ ഭൂസ്വാനിയുടെ ഓപ്പറേഷൻ എന്നാണ്. ഭൂസ്വാൻ എന്ന് പറഞ്ഞാൽ ലോഹിൻ്റെ ആശയമാണ്. അപ്പോൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി ഞാൻ 2 വാക്കോടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ കേരള ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപയോഗിക്കുക മാത്രം. അതിൻ്റെ ഉത്പാദനം മുഴുവൻ അധികം നടത്തുന്നത് തമിഴ്നാട്ടിലാണ്.
തമിഴ്നാട് ഉത്പാദന സമൂഹവും കേരളം ഉപഭോഗ സമൂഹമായി മാറിയിട്ടുണ്ട്. ഉത്പാദന സമൂഹമൊക്കെ നമ്മുടെ ആകാനുള്ള ഒരു കാരണങ്ങളൊന്ന് അവിടെ നമ്മളെ ഇവിടെ ഇ വി രാമസ്വാമി നായ്ക്കരാണ് അവിടുത്തെ ആദ്യത്തെ നേതാവ്. അദ്ദേഹം ഐക്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവല്ലേ. ഐക്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഈ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ദ്രാവിഡ കഴക മന്ത്രി പ്രസ്ഥാനം ഉണ്ടാക്കി. അതായത് അവരുടെ സംസ്കാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയ ഒരു പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം ഈ പറഞ്ഞ എല്ലാവിധ ഇങ്ങനെയുള്ള നാടൻ സംസ്കാരവും കൾച്ചറും കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആശയം അതിൻ്റെ അടിയിലുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോഴും ഉത്പാദനോന്മുഖമായ ഒരു വ്യവസ്ഥയിലേക്ക് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ സംഭവിച്ച് വേറെ സംഭവം സംഭവിച്ചു. അതായത് എന്താ വെച്ചാൽ കേരളത്തിൽ ഈ കേളപ്പജി ആശയം പറഞ്ഞ ആശയത്തൊക്കെയുള്ള ആളാണ്. കേളപ്പജി മറ്റു ഗാന്ധി രാഷ്ട്രീയക്കാർക്ക് ഈ ആശയത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ കേളപ്പജി രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോയ സമയത്താണ് ഇവിടെ വീണ്ടും ഒരു മാർക്സിയം സ്വാധീനം വരുന്നത്. അതായത് ഇവരുണ്ടല്ലോ സോവിയറ്റ് യൂണിയൻ്റെ വിപ്ലവം മാർക്സിസത്തിൻ്റെ സ്വാധീനത്താൽ ഇവിടെ ഒരു ആശയം ഇതിനുള്ളിൽ രൂപപ്പെടുകയുണ്ടായി. അതിൽ അവസാനം അതിൻ്റെ ഒരു അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കേളപ്പജി ശ്രീനാകൃഷ്ണന്മാരായ കെ ഗോപാലും കൃഷ്ണപിള്ളയും തന്നെ അത് വഴിമാറി സഞ്ചരിക്കുന്നതാണ് കാണുന്നത്. അവർ പറഞ്ഞു ഈ കേരള ഹരിജനോദ്ധാരണം കുടിലവസ്ഥ എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ വേണ്ടത് തൊഴിലാളി വർഗ്ഗം വിപ്ലവം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ തിരുവനന്തപുരം കോട്ടമുള്ളിൽ പോയി കാവൽ നിൽക്കുകയും ആദ്യമായിട്ട് അവിടെ സമരം ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് കുറേ സമരം ഉണ്ടാക്കി. ഇവിടെ ഫാക്ടറികളൊക്കെ വരുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. പക്ഷേ അക്കൂട്ടത്തിൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. അതായത് കേരളപ്പറ്റി ഹരിജനോദ്ധാരണ കുടിലവസ്ഥ എന്നൊക്കെ ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി നമ്മളെ ഉദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അതോടനുബന്ധമായിട്ട് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അതായത് ഇത് ഒരു പനമ്പായ നെയ്ത്ത് എന്ന സംഭവം നമ്മൾ പനമ്പായ കട്ടൻ നെയ്ത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് അത് ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗം ഒരു ആധുനികമായൊരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ അത് കുടോത്സാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ അന്ന് പോയ അന്ന് ചില തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആർക്കും തെറ്റ് പറ്റും. അതുപോലെ അന്നത്തെ നിലപാടുകളിലൊരു പെട്ടെന്ന് മാർക്സിസത്തിൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇപ്പോഴത്തെ ആവേശം കൊണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ അത് ആ തെറ്റ് മനസ്സിലാക്കി ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില വേണമെന്നുള്ളത് ചിന്താഗതി. അതായത് മാർക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ചരിത്രം പഠിക്കുകയും ചരിത്രത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുകയും അഥവാ തെറ്റ് പറ്റിയാൽ തിരുത്തിയിരിക്കുന്നത് മാർക്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് മാർക്സം. അങ്ങനെ തെറ്റ് പറ്റിയാൽ തിരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥ മാർക്സുകളാവുകയും ചെയ്യും. അല്ലാതെ ഇങ്ങനെ ഈ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകില്ല. അപ്പം അങ്ങനെ അത് മാത്രം ആണ്. അപ്പം അതിൻ്റെ വേറെ സംബന്ധമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പിന്നെ പറയാം. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ഒരു ഫാം ആരംഭിക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട്. കൊല്ലം പ്രാഥമിക സ്റ്റെപ്പ് എടുക്കുക, അടുത്ത വർഷത്തോടെ. അതായത് ഒരു മറ്റേ കന്നുകാലി പശു വളർത്തുന്ന ജൈവകൃഷി എല്ലാം കൂടി ഫാമാണ്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതുണ്ടല്ലോ, ഈ നമ്മളെ നാട്ടിലുള്ള ഈ 30 വയസ്സ് കഴിഞ്ഞ് വിവാഹിതരായ ആൾക്കാർ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ സംഭവത്തിൽ, അതായത് ഇവിടെ മറ്റേ ഈ ഇവരുണ്ടല്ലോ ഫാക്ടറി തൊഴിലാളി കഴിഞ്ഞപ്പോൾ ശേഷം അവർ പറഞ്ഞു വെച്ചാൽ ഈ ഫാക്ടറി തൊഴിലാളി കർഷകരോട് മാർച്ച് വരുമ്പോൾ മതിപ്പുണ്ടായിരുന്നില്ല. കാരണം ഈ കർഷകരുടെ പറഞ്ഞാൽ ശാക്കിനകത്ത് വെള്ളം കിട്ടുന്ന പറഞ്ഞു. ആക്ച്വലി സാമൂഹ്യവൽക്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യവൽക്കരിക്കപ്പെടുക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കാണിച്ചു. വേഗത്തിൽ സാമൂഹ്യവൽക്കരിക്കുന്ന സാധ്യതയുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുക എന്ന രാഷ്ട്രീയ ധൈര്യമുണ്ട്. അതുകൊണ്ട് അവരിവിടെ ഈ ഫാക്ടറി അതിനെ കൂടുതൽ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള NGO-മാർ മാഷന്മാരിക്കും. അങ്ങനെ അവർ സംഘടിപ്പിച്ചു, അവർ ഗുണമുണ്ടായി. അവർക്ക് കാലാകാല പേ കമ്മീഷൻ വന്നു, അവർ ശമ്പളം കൂടുതൽ കിട്ടി. പക്ഷെ ഇതൊക്കെ നമ്മളെ വേറെ എല്ലാവർക്കും ആവശ്യപ്പെട്ട പൊതുജനാവധ എടുത്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊന്നും ആലോചിച്ചില്ല. അങ്ങനെ എടുത്തു കൊടുത്ത് അങ്ങനെ അവർ ഇതായി. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇവർ കുറച്ച് സ്ഥിതിയിലെത്തിയപ്പോൾ നമ്മൾ പെൺകുട്ടിയൊക്കെ ഇവരെ മതി, ഉദ്യോഗസ്ഥന്മാരെ മതി കല്യാണം കഴിക്കാൻ. അപ്പോൾ അതൊരു കാരണമാണ്. അതപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ പെൺകുട്ടികൾ ആൺകുട്ടിയേക്കാൾ വിദ്യാഭ്യാസമായ പറ്റി മുന്നേറ്റിട്ടുണ്ട്. പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ട്. ആ ഒരു കാരണം ഉണ്ടാവും. ആ രണ്ട് കാരണത്തെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. വ്യക്തം നമ്മൾ ചുറ്റുകാരൊക്കെ ഇവിടുത്തെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ 30 വയസ്സ് കഴിഞ്ഞ് വരെ അവരെ ജയിക്കുക ആകർഷിക്കുക എന്നത് എൻ്റെ ഒരു ഇതാണ്. രണ്ടാമതായിട്ട് ഇവരുണ്ടല്ലോ, ഈ 30 വയസ്സ് കഴിഞ്ഞവർക്ക് ഇവർക്ക് പലവിധ പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും അവർ. ഇവരെ ഒന്നാമതായിട്ട് ഒരു നിർമ്മമത ഉണ്ടാവും, പിന്നെ ലേശം മദ്യപാനികളുണ്ടായിരിക്കാം, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒന്നും ചെയ്യാനുള്ള താല്പര്യക്കുറവൊക്കെയുള്ള ആൾക്കാർ വിഭാഗമായിട്ട് അവരെ സാധ്യത സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർക്കൊരു ഉഷാർ കൊടുക്കണ്ടേ, അവർക്ക് ഉഷാർ കൊടുക്കാൻ ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ ജില്ലയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു. അതായത് നമ്മളെ കോളേജിൽ പഠിക്കുന്ന സ്ഥലത്ത് NSS കുട്ടികൾക്ക് പോയിട്ടുണ്ടായിരുന്നു. കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ഡിഗ്രി കഴിഞ്ഞാലൊക്കെ അധികം ആൾക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും PhD വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കുറച്ച് പോകാത്ത ആൾക്കാർ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്, ഫുൾ ടൈം പഠിക്കുകയാണ്. ഞാൻ ഇവിടെ ദേശഭോഷി ലൈബ്രറിയിൽ പോകാൻ സമയത്ത് കാണാറുണ്ട്. അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും വെറും PSC പ്രിപ്പറേഷനാണ്. അത് വലിയ വണ്ണത്തിലുള്ള പുസ്തകം എടുത്തിരിക്കും വായിച്ചു പഠിക്കുന്നത്. അതേമാതിരി ഇവർ ചിലപ്പോൾ വീട്ടിൽ വായിച്ച് പഠിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ആഴ്ച മുഴുവൻ വായിച്ച് പഠിക്കും. ഒരു ദിവസം ആയിരിക്കും ഒരു റിലീഫ് കൊടുക്കുക. ഒരു ദിവസം നമ്മുടെ പരിപാടിയിൽ വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. നമ്മുടെ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ
അവർക്ക് ആകെ രാവിലെ 8 മണിക്ക് വരുവാണെങ്കിൽ അപ്പം തന്നെ അവർക്കൊരു യോഗാസന മെഡിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ചില കായിക പരിപാടികളുണ്ടാവും. അത് കഴിഞ്ഞ് ഇവരുടെ കഴിഞ്ഞ് രാത്രി 8 മണി കഴിഞ്ഞാൽ അവർക്ക് സംഗീത സത്സംഗം ഉണ്ടാവും. അതായത് നമ്മുടെ ഇതിലൂടെ കാർമ്മിക വ്യക്തികൾ ഇതിനോട് ചേർന്നുകൊണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അവർക്ക് കുറേ കൂടി ആ ദിവസം കുറേ കൂടി കായിക ക്ഷമ കൊടുത്തും കായിക ജോലി കൊണ്ടും ഇങ്ങനെയല്ല കുറേ വ്യത്യസ്തമായിട്ട് ദിവസമായിരിക്കും. അതുകൊണ്ട് അത് അവർക്ക് പഠിത്തത്തിന് മറ്റു ദിവസങ്ങളിലേക്ക് കൂടുതൽ നന്നായി പഠിത്തം ഉഷാറാക്കാനുള്ള ഊർജ്ജം അവർക്ക് നൽകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി കൂടി ഇതിനോടനുബന്ധമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ രാജനെ പറ്റി ഇതൊക്കെ രാജനായിട്ടുള്ളൊരു ബന്ധം കൂടി ഇതിലൊക്കെ ഉണ്ട്. അതായത് രാജൻ ഇവിടെ വന്ന് ഇവിടെ പാട്ട് പാടുമ്പോൾ എല്ലാ തെങ്ങുകയറ്റ പരിശീലന പരിപാടിക്ക് രാജ്യം വരികയും ചെയ്തിട്ട് എല്ലാവർക്കും നല്ല പാട്ട് പാടി കുട്ടികൾ തെങ്ങുകയറ്റ പരിശീലക്കാർക്ക് നാട്ടിലേക്ക് വിട്ട കാര്യങ്ങൾ അറിയല്ലോ. അതിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ ഫാമിലേക്ക് നമ്മൾ സംഗീത താല്പര്യമുള്ള യുവാക്കൾ അടുത്ത് രാത്രി 8 മണിക്ക് എത്തുക, ഒരു സംഗീത സത്സംഗത്തിൽ ഇവരോടൊപ്പം ഈ ഫാമിലെ തൊഴിലാളികളോടൊപ്പം പങ്കെടുക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ വെച്ചാൽ രാജനോടൊരു അനുസ്മരണമാണ്. അതോടൊപ്പം തന്നെ അത് ക്രിയേറ്റീവായ മറ്റൊരു രൂപം നൽകും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ രാജൻ്റെ തന്നെ, അതായത് പറയുന്നത് എന്താ വെച്ചാൽ രാജൻ ശബരിമല സീസണിൽ ഇവിടെ ഒരു പാട്ട് എൻ്റെ ഇതിന് അയ്യപ്പട പോലത്തെ സംഭവം ഉണ്ടല്ലോ. അതിൽ എല്ലാത്തിലും രാജൻ പാട്ട് പാടുന്ന ഉറപ്പ് ഞാനുണ്ട്. രാജനത് ആദ്യം പാടിയിട്ട് അവസാനം ശബരിമല കീർത്തനം പാടി അവസാനം ഹരിവരാസനമാണെങ്കിൽ യേശുദാസനെ മാറി ഹരിവരാസനം പാട്ട് പാടി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ശബരിമലയോടുള്ള അദ്ദേഹത്തെ താല്പര്യം ഇപ്പോൾ തന്നെ നമ്മുടെ വേദിയിൽ വരേണ്ടിയിട്ട് ഒറ്റ മകൾ ഇയാളെ രാജൻ്റെ മകൾ വന്ന് ശബരിമലയിലെ അനുസ്മരണ പാട്ടാണ് പാടിയത് എന്നുള്ളത് അതിൻ്റെ ഒരു രാജൻ അതിനോടുള്ള ആത്മീയത്തിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഇതാക്കാൻ ഈ ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അനാസക്തിയുടെ കാലമാണ് അന്ന്. ഈ അനാസക്തി എന്ന് പറയുന്നത് ഞാൻ പണ്ട് വേറൊരു വീഡിയോ പറഞ്ഞ മതി. അതായത് നമ്മളെ വേറെ വീഡിയോ പറഞ്ഞില്ല. കാറൽ മാർക്സ് മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതൊക്കെ ശ്രമിച്ചപ്പോൾ ഉപനിഷത്ത് ആബോധത്തിലൂടെ അതില്ലാതൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആ ഉപനിഷത്തിൻ്റെ ഒരു സ്വാധീനം ഈ ശബരിമല ഇതിനുണ്ട്. അതുകൊണ്ട് ആ ഒരു അനാസക്തിയാണ് ഇതിൻ്റെ ഈ ശബരിമല സീസണിൽ ഇവർ വ്രതകാലത്ത് ഒരു ഭൗതിക സുഖ അനാസക്തി. ഈ ഭൗതിക സുഖ അനാസക്തി നമ്മൾ ഒരു പൊതു കാര്യത്തിലുള്ള ആസക്തിയാക്കി മാറ്റുക. അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം കല്ലും മുള്ളും കാലിക്കും എത്തിയെന്ന് പറഞ്ഞ് നടത്തി വന്ന ആൾക്കാർക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 2 ദിവസം ഇത്തരത്തിലുള്ള പ്രവർത്തനം, അതായത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതായത് നേരിടാൻ പോവുക, നെല്ല് കൊയ്യാൻ പോവുക, മരച്ചുടിപ്പിക്കാൻ പോവുക, പിന്നെ നമ്മുടെ നാട്ടിലില്ലാതെ ഓണത്തിന് നമ്മുടെ നാട്ടിലില്ലാതെ പൂവ് കൃഷി ചെയ്യാൻ പോവുക തുടങ്ങിയ പരിപാടികൾ ഇവർക്ക് പ്രത്യേകം ഈ ശബരിമല ആൾക്കാർക്ക് അവർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി കൂടി ചെയ്തുകൊണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള എങ്ങനെയാണ് വാങ്ങി ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്. ശുഭേന്ദ്ര മാഷ്ക്ക് വേണ്ടി ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാര്യം എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു സംഭവം കൂടെ ഇതൊക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ അതാണൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം രാജ്യൻ്റെ വാർഷികാഘോഷം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ചെയ്തതിൽ പുരോഗതി ഉണ്ടെന്ന് അറിയാൻ പറ്റണത് അത് ഏറ്റവും വലിയ നേട്ടമായിരിക്കും. രാജ്യനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ